KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയ ചരടുവലികളും മുറുകുകയാണ്. എന്നാൽ പകരം അധ്യക്ഷനായി ആര് വരും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാതെ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒരുപോലെ തലപുകയ്ക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വരുന്ന നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പാർട്ടിക്ക് ശക്തനായ ഒരു അമരക്കാരൻ വേണമെന്നതിൽ തർക്കമില്ലെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളും സമുദായ താൽപ്പര്യങ്ങളും തലപൊക്കിയതോടെ അന്തിമ തീരുമാനം നീണ്ടുപോവുകയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും പരസ്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് ഖർഗെയും വേണുഗോപാലും വെക്കുന്ന നിർദ്ദേശങ്ങൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് രാഷ്ട്രീയ സന്ദേശങ്ങളാണ് പാർട്ടിക്ക് നൽകുന്നത്. AICC ജനറൽ സെക്രട്ടറി വേണുഗോപാലിൻ്റെ ക്യാമ്പ് ശക്തമായി മുന്നോട്ട് വെക്കുന്ന പേര് ഷാഫി പറമ്പിൽ MPയുടേതാണ്. കേരളത്തിൽ പാർട്ടിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പിന്തുണ വീണ്ടെടുക്കാനും കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന യുവജന വിഭാഗത്തെ ഒപ്പം നിർത്താനും ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് വേണുഗോപാൽ വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ. യുവത്വത്തിൻ്റെ ഊർജവും ജനകീയതയും ഒരുപോലെ കൈമുതലായുള്ള ഒരു നേതാവ് മുന്നിൽ നിന്നാൽ മാത്രമേ പാർട്ടിയെ വീണ്ടും സജീവമാക്കാൻ കഴിയൂ എന്നിവർ വാദിക്കുന്നു. എന്നാൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സ്വീകരിക്കുന്നത് തികച്ചും വേറിട്ടൊരു നിലപാടാണ്. മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനെ KPCCയുടെ അമരത്തേക്ക് കൊണ്ടുവരാനാണ് ഖാർഗെ താൽപ്പര്യപ്പെടുന്നത്. ദേശീയ തലത്തിൽ ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കോൺഗ്രസിന് കേരളത്തിൽ നിന്നൊരു ദളിത് അധ്യക്ഷൻ വരുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രതിച്ഛായ നൽകുമെന്നാണ് ഖാർഗെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വൻമരങ്ങളുടെ നീക്കങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പരമ്പരാഗത ഗ്രൂപ്പ് കേന്ദ്രങ്ങളും തങ്ങളുടെ കരുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. A ഗ്രൂപ്പ് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ മുതിർന്ന നേതാവ് ബന്നി ബഹനാനു വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് വേറിട്ടൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ MPമാരോ MLAമാരോ ആയിരിക്കുന്നവർ അധ്യക്ഷ പദവിയിൽ വന്നാൽ സംഘടനാ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നും അതുകൊണ്ട് പാർട്ടിക്കൊരു മുഴുവൻ സമയ അധ്യക്ഷനാണ് വേണ്ടത് എന്നുമാണ് ചെന്നിത്തല വിഭാഗത്തിൻ്റെ നിലപാട്. ഈ വാദം ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ ജോസഫ് വാഴക്കൻ്റെ സാധ്യതകൾ വർദ്ധിക്കും. ഇതുകൂടാതെ ആന്റണി VS ശിവകുമാർ, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരുകളും സജീവമായി തന്നെ ചർച്ചകളിൽ നിലനിൽക്കുന്നുണ്ട്. വേണുഗോപാലും ഖർഗെയുമായി രൂപപ്പെട്ട ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഒടുവിൽ ആരുടെ നിലപാടാകും വിജയിക്കുക എന്നതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തികച്ചും നിർണായകമാകുന്നത്. ദളിത് പ്രാതിനിധ്യത്തിനും യുവ നേതൃത്വത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന രാഹുൽ ഗാന്ധി അന്തിമമായി ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും പുതിയ KPCC അധ്യക്ഷൻ്റെ ഭാവി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെ അനിശ്ചിതത്വവും തീരുമാനം വൈകാൻ മറ്റൊരു കാരണമാകുന്നുണ്ട്. സമുദായ സമവാക്യങ്ങളും ഗ്രൂപ്പ് താൽപ്പര്യങ്ങളും മാറിമറിയുമ്പോൾ ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന ഈ തീരുമാനം ഭാവിയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ദിശ തന്നെ നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല.